തലസ്ഥാനത്ത് അല്പസമയം മുൻപ് ഒരു സ്പാ കേന്ദ്രീകരിച്ചുകൊണ്ട് നഗരസഭയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. ഇപ്പോൾ ആ സ്പാ പൂട്ടിയിരിക്കുന്നു. അവിടെ നിന്നുള്ള പരാതി നിങ്ങൾ മേയറുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് സംസാരിക്കുക. വ്യക്തമായിട്ട് മേയർ പറഞ്ഞുവിട്ട നിർദ്ദേശത്തിനനുസരിച്ചാണ് ഞങ്ങൾ വന്ന് അന്വേഷിക്കുകയും ബന്ധപ്പെട്ട രേഖകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാപനം അടച്ചുപൂട്ടിയിട്ടുള്ളത്. അങ്ങനെ വ്യക്തമായിട്ട് എന്തോ നല്ല ഒരു പരാതി കിട്ടിയതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മേയർ സ്ക്വാഡിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുള്ളത്. നിലവിൽ ഈ ഒരൊറ്റ കേന്ദ്രത്തിനേ ഉള്ളെങ്കിലും തിരുവനന്തപുരം നഗരസഭയിലെ എല്ലാ സ്പാ സെന്ററുകളും നാളെ മുതൽ അന്വേഷണം തുടങ്ങുകയും എല്ലായിടത്തും കർശന നടപടി സ്വീകരിക്കുന്നതുമാണ്. താൽക്കാലികമായിട്ടല്ല, എന്നാലും ബന്ധപ്പെട്ട രേഖകളും ഇതിന് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്, അതെല്ലാം നോക്കിയിട്ടായിരിക്കും നടപടികൾ ചെയ്യുന്നത്. ഗണേഷ് കുമാർ, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ. വെൽനസ് സ്പായാണ് ഇപ്പോൾ കോർപ്പറേഷൻ ഹെൽത്ത് വിഭാഗം പൂട്ടിച്ചിരിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി സ്പാ കേന്ദ്രം പൂട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. ജോലി ചെയ്യുന്ന ആർക്കും മസാജ് ചെയ്യുന്നതിനോ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതിനുള്ള അനുബന്ധ രേഖകളില്ല. അതായത് അത് തരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ച് അതിന് രേഖകളുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് ഈ മസാജ് ഉൾപ്പെടെ അവിടെയുള്ള പ്രവൃത്തികൾ ഉൾപ്പെടെ ചെയ്യേണ്ടത്. ആ ജോലി ജീവനക്കാർക്ക് ആർക്കും തന്നെ അത്തരത്തിലൊരു സർട്ടിഫിക്കറ്റും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ക്രോസ് മസാജ് നടന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു പരാതിയായിരുന്നു ലഭിച്ചത്. ഒരു യുവതിയാണ് ഈ പരാതി നൽകിയത്.